ഹായ് ഹലോ വെൽക്കം ടു സി സി ബാങ്ക്. സി സി ബാങ്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇപ്പം നമുക്കറിയാം നമ്മുടെ ഈ സഹകരണ മേഖലയിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മാരത്തോൺ ആയിട്ട് പരീക്ഷ നടക്കുകയാണ് അല്ലേ. അതായത് നമുക്കുള്ള ഒരു ഞായറാഴ്ച പോലും വിട്ട് ഒഴിവാവാതെ എല്ലാ ഞായറാഴ്ചയും നമുക്ക് പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഓരോരോ ആഴ്ചയും എന്താണ് പുതിയ പുതിയ ന്യൂസുകൾ അല്ലെ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് അവരെ കിട്ടുന്നതാണ്. ആ ക്വസ്റ്റ്യൻ വെച്ച് അടുത്ത പരീക്ഷയ്ക്ക് അങ്ങനെ നമ്മൾ എറൗണ്ട് പറയുകയാണെങ്കിൽ ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു 2 മാസം കൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യൻസ് മാത്രം എടുത്ത് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിൽ ഇപ്പോൾ പുതുതായിട്ട് എന്താണ് മാറ്റം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു. അതായത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ആദ്യം നമ്മളെ CSEB പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ 160ഓളം ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പുതിയൊരു സിലബസ് വന്നപ്പോൾ 100 ചോദ്യങ്ങളിലേക്ക് അവിടെ മാറി. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു സിലബസ് കൂടി നമുക്ക് കിട്ടി. അപ്പോൾ ഈ സിലബസോട് കൂടി ചോദിക്കുമ്പോൾ നമുക്ക് സാധാരണ ആ 160 ചോദ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചോദിച്ചിരുന്ന ചോദ്യങ്ങളിൽ നിന്നും അതിൻ്റെ സ്റ്റാൻഡേർഡിലും വലിയ രീതിയിൽ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയാൻ പറ്റും. പ്രോപ്പറായിട്ട് പറയാനാണെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഇപ്പോൾ കൂടുതൽ സ്റ്റാൻഡേർഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രോപ്പറായിട്ടും ചോദിക്കുന്നൊരു വേയിൽ നിന്നും മാറി കറക്റ്റായിട്ടും ഉത്തരങ്ങൾ സാധാരണഗതിയിൽ ചോദ്യം ചോദിക്കുക ഉത്തരം അല്ലെ. കറക്റ്റ് MCQന്റെ നിങ്ങൾ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ചോദ്യം ഉത്തരം പ്രോപ്പറായിട്ട് അങ്ങനെ വരും. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഒരു ഏരിയയിൽ നിന്ന് സാധാരണഗതിയിൽ ചോദിക്കാത്ത രീതിയിൽ നിന്ന് ഡീപ്പായിട്ട് അല്ലെങ്കിൽ ചോദ്യത്തിന്റെ ഘടന മാറ്റിക്കൊണ്ടൊക്കെ ഒരുപാട് ചോദ്യങ്ങളും അതേപോലെ അതിന് അനുബന്ധമായിട്ടുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ഒരു പഠനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി നമ്മൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പഠിക്കുമ്പോൾ ആഴത്തിൽ തന്നെ പഠിക്കുക. കൂടാതെ ഒരു മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അത് നമുക്ക് പറയാൻ പറ്റും സ്റ്റേറ്റ്മെന്റ് ആയിട്ടും അതേപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഏരിയ കവർ ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് പഠിക്കാൻ പറ്റുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനി വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസോട് കൂടി അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നമുക്ക് നല്ലൊരു പരീക്ഷയായിട്ട് അല്ലെ നല്ലൊരു റിസൾട്ട് നമുക്ക് നേടാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് കഴിഞ്ഞൊരു എക്സാമിന് വന്ന ഒരു 2 ചോദ്യങ്ങൾ നോക്കാം. ആ ചോദ്യങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ്ട് ഒരു ഡിഗ്രി അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു PG ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മുന്നിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ പഠനം മാറ്റിയാൽ മാത്രമേ നല്ല രീതിയിലുള്ള റിസൾട്ട് അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് വരാനിരിക്കുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നേടാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നമുക്കിന്ന് നോക്കാം CSEBയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആ ചോദ്യങ്ങളോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. നോക്കിയേ, കഴിഞ്ഞ എക്സാമിന് വന്നൊരു ചോദ്യമാണ്. കഴിഞ്ഞ എക്സാമിന് വന്ന ചോദ്യം നോക്കൂ. ഇൻ ഇന്ത്യ ഇഷ്യൂസ് ആന്റി മണി ലോണ്ടറിങ് ഗൈഡ് ലൈൻസ് അല്ലെ. ആന്റി മണി ലോണ്ടറിങ് ഗൈഡ് ലൈൻസ് നമുക്ക് പഠിക്കാനുള്ള ഏരിയ ആണ്. ഇവിടെ നിന്നൊക്കെ സാധാരണഗതിയിൽ ചോദിക്കാൻ നമ്മളെ ആക്ടിനെ പറ്റി അല്ലെ, ആന്റി മണി ലോണ്ടറിങ് പ്രിവെൻഷൻ ആക്ടിനെ പറ്റിയാണ് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. അല്ലെങ്കിൽ ആക്ടിന്റെ പ്രധാനപ്പെട്ട ഏരിയ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്, ഇങ്ങനെയുള്ള വർഷങ്ങൾ അങ്ങനെയൊക്കെ സാധാരണഗതിയിൽ എക്സാമിന് ചോദിച്ചത് കണ്ടിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ കറക്റ്റായിട്ടും കുറച്ചധികം അല്ലെ സ്ഥാപനങ്ങളുടെ പേര് തന്നിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, എവിടെയാണ് ആന്റി മണി ലോണ്ടറിങ് ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുന്നത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, RBI, SEBI, അതുപോലെ FIU ഇന്ത്യ, ഓൾ ദി എബോ എന്നിങ്ങനെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് ഏതാ കിട്ടുന്നത്? യെസ്, ആൻസർ ആയിട്ട് D ആണ്, ഓൾ ദി എബോ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, ഇവയൊക്കെ എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കണ്ടേ. നോക്കൂ, എന്താണ് സ്ഥാപനങ്ങൾ നമുക്ക് നോക്കാം. RBI ആണ് ആദ്യം. നമുക്കറിയാം RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ബാങ്കേഴ്സ് ബാങ്ക് ഒക്കെയാണ് നമുക്കറിയാം. നോക്കിയേ, റിസർവ് ബാങ്ക് എന്താണ്? റിസർവ് ബാങ്ക് ഇഷ്യൂ AML ആൻഡ് നോ യുവർ കസ്റ്റമർ KYC ഗൈഡ് ലൈൻസ് ഫോർ ബാങ്കിങ് കമ്പനീസ്, നോൺ ബാങ്കിങ് കമ്പനീസ് ആൻഡ് പേയ്മെന്റ് സിസ്റ്റം ഓപ്പറേറ്റ് അല്ലെ. അത് ഈ ഒരു ആന്റി മണി ലോണ്ടറിങ് അവിടെ പ്രിവെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് RBI എന്തൊക്കെ ഇറക്കുന്നുണ്ട്? പ്രധാനമായിട്ട് ഇറക്കുന്ന ഒന്നാണ് KYC ആർക്ക് മാത്രമല്ല, സാധാരണ ബാങ്കുകൾക്ക് മാത്രമല്ല, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിന്, പേയ്മെന്റ് സിസ്റ്റം ഓപ്പറേറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് പേർക്ക് അവിടെ എന്തിറക്കുന്നുണ്ട്, അവിടെ ശരിക്കും പറഞ്ഞാൽ KYC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് SEBI ഇഷ്യൂ ഫോർ സെക്യൂരിറ്റി മാർക്കറ്റ് ഇന്റർമീഡിയറീസ് സച്ച് ആസ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, മ്യൂച്വൽ ഫണ്ട് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജേഴ്സ് അല്ലെ. പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, സ്റ്റോക്കിംഗ് ബ്രോക്കേഴ്സ്, അതുപോലെ എന്താണ് നമ്മളെ സെക്യൂരിറ്റി മാർക്കറ്റ് ഇന്റർമീഡിയറീസ്, ഇവർക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഗൈഡ് ലൈൻസ് അവിടെ ഇറക്കുന്നുണ്ട് അല്ലെ. പിന്നീടാണ് FIU ആൻഡ് ഇന്ത്യ. എന്താണ്? ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ഇന്ത്യ. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്താണ്? ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ഇന്ത്യ.
അവിടെ പ്രധാനമായിട്ട് എന്താ ചെയ്യുന്നത്? ദിസ് ഈസ് ദി സെൻട്രൽ നാഷണൽ ഏജൻസി റെസ്പോൺസിബിൾ ഫോർ റിസീവിംഗ്, പ്രോസസിംഗ് ആൻഡ് അനലൈസിംഗ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു സസ്പെക്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. നമ്മളുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട എന്തൊക്കെയാണോ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ, അതായത് നമ്മൾ എന്തൊക്കെ അവിടെ ഇൻഫർമേഷൻസ് കിട്ടുന്നു, അതെങ്ങനെ അനലൈസ് ചെയ്യുന്നു, അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു, എന്താണ് പ്രോസസ്സ് ചെയ്യുന്നത് എന്നീ കാര്യങ്ങളൊക്കെ എന്താണ് അറിയാനും അതൊക്കെ റെസ്പോൺസ് ചെയ്യാനുമുള്ള ഒരു നാഷണൽ ഏജൻസി, അല്ലെ, സെൻട്രലിലുള്ള ഒരു നാഷണൽ ഏജൻസിയാണ് എന്ത് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് എന്ന് വെച്ചാൽ. അവർ പ്രധാനമായിട്ടും ചെയ്ത് നോക്കൂ, ഇറ്റ് ഇഷ്യൂഡ് സ്പെഷ്യലൈസ്ഡ് ഗൈഡ് ലൈൻസ് എസ്പെഷ്യലി റിഗാർഡിംഗ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ടു ഓൾ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റീസ് ആൻഡ് പ്രൊഫഷണൽസ് ലൈക്ക് CA ആൻഡ് CS, അല്ലെ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അതുപോലെ കമ്പനി സെക്രട്ടറി, എന്നിവർക്കൊക്കെ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് എൻറ്റിറ്റീസ്, ഇവരൊക്കെയാണ് പ്രധാനമായിട്ടും പറയാം. അവർക്കൊക്കെയുള്ള പ്രധാനമായിട്ടും എന്താണ്, എങ്ങനെയാണ് അവർ എന്ത് ചെയ്യേണ്ടത്, പ്രോപ്പറായി റിപ്പോർട്ട് ചെയ്യേണ്ടത്, അവർക്കൊക്കെയുള്ള പ്രോപ്പറായിട്ടുള്ള സെൻട്രലി ഗൈഡ് ലൈൻസും കൂടി ആരിറക്കുന്നുണ്ട്, അവിടെ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് അവിടെ ഇറക്കുന്നുണ്ട്, അല്ലെ. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ വെറുതെ അത് പഠിച്ചിട്ട് കാര്യമില്ല. ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആഴത്തിലുള്ള പഠനം നമുക്ക് ആവശ്യമാണ്, അല്ലെ. അപ്പൊ അത്രയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു ഏരിയയിൽ കൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്തൊരു ചോദ്യം നോക്കിയേ. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FACT, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF, an international organization that set standard to prevent. അതായത് FATF എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്തിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നതാണ് ചോദിക്കുന്നത്. നോക്കിയേ, ഇൻഫ്ലേഷൻ, റേസിംഗിന് ഇൻട്രസ്റ്റ് റേറ്റ്, മണി ലോണ്ടറിങ് ആൻഡ് ഹൈഡ് ഇൻ പ്രൈസ് ഓഫ് ഓയിൽ. ഇവിടെ നമുക്കറിയാം, ഇവിടെ FATF, അല്ലെ, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പ്രധാനമായിട്ട് അവിടെ മണി ലോണ്ടറിങ് ആണ്, അല്ലെ. എന്തിനാണ്? മണി ലോണ്ടറിങ്ങിനെ അവിടെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്താണ് FATF എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് FATFന്റെ പ്രധാനപ്പെട്ട കാര്യം. നോക്കിയേ, എന്താണ് FATF? ദി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF is an intergovernmental organization established in 1989. 1989 എന്ത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF അവിടെ എന്ത് ചെയ്ത് ഒരു രൂപീകൃതമായിരിക്കുന്നത് ഓൺ ദി ഇനീഷ്യേറ്റീവ് ഓഫ് G7, അല്ലെ, G7 ആണ് ഇനീഷ്യേറ്റീവ് ആയിരിക്കുന്നത്. ഇറ്റ് ആക്ട് ആസ് ദി ഗ്ലോബൽ വാച്ച് ഡോഗ് ഫോർ ഫിനാൻഷ്യൽ ക്രൈം, അല്ലെ. നമ്മളെ ഫിനാൻഷ്യൽ ക്രൈംസിന്റെ ഒരു വാച്ച് ഡോഗ് എന്ന രീതിയിലാണ് ഗ്ലോബലി എന്ത് ചെയ്യപ്പെടുന്നത്, അറിയപ്പെടുന്നത്. നോക്കിയേ, ഇറ്റ്സ് പ്രൈമറി റോൾ ഈസ് ടു സെറ്റ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ദാറ്റ് പ്രിവെന്റ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഫ്രം ഹാമിങ് സൊസൈറ്റി ആൻഡ് ദി ഇന്റഗ്രിറ്റി ഓഫ് ദി ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റം. നമുക്കറിയാം, നമ്മുടെ ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെതിരെ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രോബ്ലംസോ വരികയാണെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അവിടെ എന്ത് ചെയ്യാണ്, കീപ്പ് ചെയ്യുകയാണ്. ഈ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണോ പോകുന്നത് എന്നീ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും FATF അവിടെ വന്നിരിക്കുന്നത്, അല്ലെ. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് നടന്ന ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മുടെ പഠനം ഒന്നുകൂടി ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, പ്രോപ്പറായിട്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ പഴയ പാറ്റേൺ പോലെ ഇതാ ഈ ഏരിയ നിന്ന് മാത്രമേ വരൂ എന്ന് നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെ സിലബസിൽ കൊടുത്തിരിക്കുന്ന ഏരിയ എന്നൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നമുക്ക് നല്ലൊരു ആൻസർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലെ. അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ CCയിലെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചാണ് നമ്മളെ ബിഗിനേഴ്സ് ബാച്ച്, അല്ലെ, 2026 ബിഗിനേഴ്സ് ബാച്ച്. അതായത് നമ്മൾ CSEB എക്സാമിന് വേണ്ടിയിട്ട് ആദ്യം മുതൽ തന്നെ നിങ്ങളെ പഠിപ്പിച്ച് പ്രോപ്പറായിട്ടും എന്താണ് ഫസ്റ്റ് ഒരു ടേമിൽ നിങ്ങളെ മൊത്തം ബേസ് പഠിപ്പിച്ചുകൊണ്ട് അവിടുന്ന് ക്വസ്റ്റ്യൻ പാറ്റേണിനനുസരിച്ച്, ക്വസ്റ്റ്യനുകളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ക്വസ്റ്റ്യൻ മാറ്റ്, ഇന്റർമീഡിയറ്റ്, അതേപോലെ തന്നെ നിങ്ങൾ ഫൈനലി നമ്മളെ CSEB എക്സാമിന് വരുന്ന രീതിയിലുള്ള എല്ലാ വിധത്തിലുള്ള അഡ്വാൻസ് ലെവൽ ചോദ്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് ഒരുപാട് ലൈവ് ക്ലാസ്സുകളും മെന്റർഷിപ്പും അതേപോലെ PDF നോട്ടുകളും കൂടാതെ മോക്ക് എക്സാമുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ബാച്ചാണ് നമ്മളെ ബിഗിനേഴ്സ് ബാച്ച്. അപ്പോൾ ഈ ബിഗിനേഴ്സ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും നമ്മളിവിടെ ബോർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡ് നമ്പറിൽ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ പുതിയ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത്.
അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ്, നമ്മളെ CSEB എക്സാമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. CSEB എക്സാമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും, നിങ്ങളുടെ ഡൗട്ടുകളും, കൂടാതെ പുതിയ ഒരുപാട് പഠിക്കുന്ന ടെക്നിക്കുകളും സ്റ്റഡി പ്ലാനുകളൊക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടും? നമ്മളെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പ് കിട്ടും. നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, നമ്മളെ CSEBയുടെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. ആ ഒരു പേജിൽ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഓരോ മിനിറ്റ് 1 മിനിറ്റ് PYQ എന്ന രീതിയിലും, അതേപോലെ 1 മിനിറ്റ് ആയിട്ട് നമ്മളെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ 1 മിനിറ്റ് കൊണ്ട് നമ്മളൊരു റീൽസ് കാണുന്ന വേഗത്തിൽ നിങ്ങൾക്ക് കണ്ടുകൊണ്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും നമ്മൾ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് CSEബുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ കാര്യമുണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രോപ്പറായിട്ട് നമ്മൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇനി അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു സോ മച്ച്.